അമ്മയ്ക്കും അച്ഛനൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അച്ഛൻ്റെത് പൂർണ്ണമായിട്ട് മാറി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ ഇന്നും കൂടെ ഒന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നോർമലായിട്ടുണ്ട് എല്ലാം, പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മ വൈകുന്നേരം വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ ചോറും കറിയൊക്കെ അല്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചോറ് പരമാവധി കുറയ്ക്കണം എന്നുള്ളത് ഡോക്ടർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം അമ്മ ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി അതൊക്കെ കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ വിശക്കുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളത് പറയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് നാളെ അമ്മയ്ക്ക് 6:30 ആകുമ്പോൾ പോകണമെന്ന്. 6:30ക്ക് പോയിട്ട് അവർക്ക് അവിടെ മീറ്റിംഗ് ഉണ്ട് അത്ര. അപ്പോൾ ഷോപ്പൊക്കെ തുടങ്ങി കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും അവർക്ക് മീറ്റിങ്ങൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ പോകണം എന്നുള്ളത് പറഞ്ഞു. നാളെ എനിക്കും പോകണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാം, ചപ്പാത്തി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ വേണമെച്ചാൽ എനിക്കത് ഉച്ചയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. എന്തായാലും ഒരു 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യും വാല്യുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ഇസ്റ്റു ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അച്ഛ. അങ്ങനെ കുറച്ച് കിഴങ്ങും ഉള്ളിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാലകളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ലൈറ്റായിട്ടുള്ള രീതിയിലൊരു ഇസ്റ്റു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ചപ്പാത്തിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി കറി അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അത് വിസിലൊക്കെ അടിച്ച് റെഡി ആകുമ്പോഴത്തേക്കും ചപ്പാത്തിയും പരത്തിയൊക്കെ സെറ്റാക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് കറീൻ്റെ പണികൾക്കാണ് ഞാൻ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിയും കിഴങ്ങും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ വെക്കുകയാണ്. പിന്നെ മുളക് പൊടി ഇടുന്നില്ല, മുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹെവി ആവില്ല, ലൈറ്റായിട്ടുള്ളൊരു കറി ആവുമല്ലോ. കാരണം ഈ ഒരൊറ്റ ടൈമിക്കേ വേണ്ടുള്ളൂ, നാളത്തേക്കൊന്നും ഇനിയിപ്പോൾ അത് കഴിക്കൂല. പിന്നെ ചോറിനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ രാവിലെ വെള്ളരിക്കയും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അരച്ചൊക്കെ വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് കൂടുതലായി കഴിഞ്ഞാൽ ആ കറി ബാക്കിയാവും. അതുകൊണ്ട് തന്നെ ഇത് ലേശേ വെക്കുന്നുള്ളൂ, ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ പിന്നെ അച്ഛനും പറഞ്ഞു, അച്ഛനും 2 ചപ്പാത്തി വേണമെന്നുള്ളത് കൊണ്ട് ആ ഒരു കണക്കാക്കി മാത്രം അതിനാവശ്യമുള്ളത് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തീൻ്റെ പണികളാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി അത് ഉരുളകളൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി പരത്തിയെടുക്കണം. ഇവിടെ അമ്മ കയ്യിന് വയ്യാത്തത് കൊണ്ട് പ്രസ്സിലാണ് പരത്താറുള്ളത്. അതുകൊണ്ട് നമ്മൾ സാധാരണ പരത്തുന്ന ചപ്പാത്തി പലകയും കാര്യങ്ങളൊന്നും കാണാണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തപ്പിത്തരഞ്ഞ് കണ്ടുപിടിച്ച് എടുത്തതാണ് ഇപ്പോൾ അത് കേട്ടോ. കാരണം പ്രസ്സിൽ പരത്തി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നതാണ്. എന്താ ഇനി അത് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഞാനതിന് കുറ്റം പറയല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി നല്ല പൊടിയൊക്കെ ഇട്ട് പരത്തി എടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാനും പറ്റാറുണ്ട്. ഇപ്പോൾ ഗിരിയേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ രാവിലെയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അവിടെ 10 മണിക്കും അതുപോലെ വൈകുന്നേരമൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറേ ചപ്പാത്തി രാവിലെ തന്നെ പരത്തി ചുട്ട് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ജോലിക്ക് പോകാറുള്ളത്. അപ്പോൾ അതിപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ പരത്തിയാലും അതിൽ കുറച്ചൊക്കെ പൊടി ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. സാധാരണ ഞാൻ പരത്തലും ചുടലും എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാവ് കുഴയ്ക്കണ സമയത്ത് ലേശം വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പരത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആകെ ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ മൊത്തത്തിലെല്ലാം പരത്തി വെച്ച ശേഷമാണ് ചപ്പാത്തി ചൂടാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറച്ച് കൂടുതൽ ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഇപ്പോൾ അമ്മയ്ക്കൊരു 2 3 ഒക്കെ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ ചൂടാറാത്ത പാത്രത്തിൽ എടുത്ത് വയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇത്രയും ചുട്ട് വയ്ക്കണത്. പിന്നെ ഇങ്ങനെ നമ്മൾ നന്നായി കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തികൾ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസത്തേക്കാണെങ്കിലും ഒട്ടും ഹാർഡായി പോവാറൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കണ്ട നന്നായിട്ട് പൊള്ളച്ച് വരും ഇങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഗ്യാസിലിങ്ങനെ ഒരു പ്രത്യേക പാത്രം വെച്ചിട്ട് അതിലിങ്ങനെ പൊള്ളച്ചെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ
അതല്ലാതെ തന്നെ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൊള്ളച്ച് വരാറുണ്ട് കേട്ടോ. ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേണമെച്ചാൽ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയൊക്കെ പുരട്ടിയിട്ടൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത്തരത്തിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ കറിയാണെങ്കിൽ ഓൾറെഡി അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കറിയും റെഡി ആയിട്ടുണ്ട്.